ഒരൈറ്റം കൊണ്ട് 2 കൂട്ടാൻ ഉണ്ടാക്കാൻ പറ്റുമോ സക്കീർ ബായിക്ക്? ഐ ക്യാൻ ഡു. എങ്ങനെയാണെന്നല്ലേ, എന്താണെന്നല്ലേ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അതിനായിട്ട് നമുക്ക് വേണ്ടത് പപ്പടമാണ്. പപ്പടം ഒന്ന് ആദ്യം പൊള്ളിച്ചെടുക്കണം. ഒന്നെങ്കിൽ മുറിച്ചിട്ടിട്ട് ഇതുപോലെ പൊള്ളിച്ചെടുക്കുക, അല്ലെന്നുണ്ടെങ്കിൽ പൊള്ളിച്ചെടുത്തിട്ട് നിങ്ങൾക്ക് മുറിച്ചിടാം. അത് നിങ്ങളുടെ ഇഷ്ടം, എങ്ങനെയായാലും. ഇനി അത് കഴിഞ്ഞിട്ട് നമുക്കൊരു പാൻ അടുപ്പത്തേക്ക് വെക്കുക. അതിലേക്ക് ഒരു ശകല ഓയിൽ ഒഴിക്കുക. വെളിച്ചെണ്ണ ആയിരിക്കും ഒന്നും കൂടെ നല്ലത്. ഇനി ഇതിലേക്ക് ഒന്ന് കടുകിട്ട് പൊട്ടിക്കഴിയുമ്പോൾ ഒരു തണ്ട് കറിവേപ്പിലയും 2 വറ്റൽമുളകും കൂടി ഇടുക. അത് കഴിഞ്ഞ് ഞാൻ അതിലേക്ക് ഒരു സവാള ചേർക്കുന്നു. നിങ്ങൾക്ക് 1 or 2 സവാള ചേർക്കാം, ഒരു കുഴപ്പമില്ല. ഇനി അതിലേക്ക് ഒരു ശകല ഉപ്പിട്ടൊന്ന് വാടണം. ഈ ഉള്ളി വാടാൻ വേണ്ടിയുള്ള ഉപ്പ് മാത്രം ഇട്ടാൽ മതി. കാരണം നമ്മുടെ പപ്പടത്തിന് ഉപ്പുള്ളതുകൊണ്ട് ഇതിനകത്ത് ഉപ്പിടരുത്, ഭയങ്കര ഉപ്പ് ചുവയ്ക്കും. ഇതൊന്ന് വാടി വന്ന് കഴിയുമ്പോൾ നമുക്കതിലേക്ക് പഴുത്തൊരു തക്കാളിക്ക് ചേർക്കാം. ഞാനിവിടെ ഒരു തക്കാളിക്കാണ് ചേർത്തിരിക്കുന്നത്, അരമുറി ചേർത്താലും മതി. ഇനി ഇതൊന്ന് വാടി വയണ്ട് രണ്ടും കൂടെ ഒന്ന് മിക്സായി വരണം. വേണേൽ ഒരു 2 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് കഴിയുമ്പോൾ അതൊന്ന് വാടി വരേണ്ടി വരും. എന്നിട്ട് നമുക്കതിലേക്ക് പൊടികൾ ചേർക്കാം. അപ്പോൾ ഞാൻ ഒരു നുള്ളു മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ മല്ലിപ്പൊടി, ഇനി ഇതിലേക്ക് ശകലം ഗരം മസാലയും 1/2 സ്പൂൺ ചിക്കൻ മസാലയും ഞാൻ ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് ചിക്കനോ ഇല്ലെങ്കിൽ മീറ്റ് മസാല ആയാലും കുഴപ്പമില്ല, ഇത് വല്ലാത്തൊരു ടേസ്റ്റ് കിട്ടും കേട്ടോ. എന്നിട്ട് ഇതിൻ്റെ പച്ചമണം മാറുന്ന വരെ ഇതൊന്ന് വാട്ടിയെടുക്കണം. ഈ സമയം തീ വേണേൽ ഒന്ന് ലോ ആക്കി വെച്ചോ, ഇല്ല കരിയും. അപ്പോൾ ഇതിൻ്റെ പച്ചമണം മാറിയൊക്കെ കഴിയുമ്പോൾ നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഗ്രേവിക്ക് ആവശ്യമായ വെള്ളം ഒഴിച്ച് ഒന്ന് ഇളക്കാം. തീ ഇപ്പോൾ ഒന്ന് കൂട്ടി വെച്ചു. ഇനി നമുക്ക് ചെയ്യേണ്ട നമ്മുടെ ആ പൊള്ളിച്ച് വെച്ച പപ്പടം ഉണ്ടല്ലോ, പപ്പടം ഇതിലോട്ട് ഇട്ടിട്ട് നിങ്ങൾക്ക് ആവശ്യത്തിന് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കണം. ഒത്തിരി വെള്ളമാക്കണ്ട, കുറച്ചൊന്നാക്കിയിട്ട് ഇതിൻ്റെ ഗ്രേവി ഒന്ന് കുറുക്കിയെടുക്കണം. അപ്പോൾ ഇതൊന്ന് അടച്ചു വെച്ചൊരു 5 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് ഇതിൻ്റെ ഗ്രേവിയൊക്കെ ഒന്ന് ഇതായിട്ട് വരും. ഇതേപോലെ വളരെ ടേസ്റ്റായിട്ട് ചപ്പാത്തിക്കും ചോറിനൊക്കെ പറ്റൊരു അടിപൊളി കറിയാണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇനി നമ്മൾ ഈ പപ്പടം വെച്ച് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു തോരനാണ്. അപ്പോൾ അതിനായിട്ടൊരു പാൻ അടുപ്പത്തേക്ക് വെക്കുക. അതിലേക്ക് എണ്ണ ഒഴിച്ച് കടുകിട്ടൊന്ന് പൊട്ടിക്കഴിയുമ്പോൾ മുമ്പത്തെ പോലെ തന്നെ 2 വറ്റൽമുളകും 1 തണ്ട് കറിവേപ്പിലയും കൂടി ഇടുക. ഇനി അതിലേക്ക് ഞാൻ ഒരു അരമുറി സവാള ചേർക്കുന്നുണ്ട്. കാരണം നമ്മുടെ പപ്പടത്തോരനായതുകൊണ്ട് അധികം കാണില്ല, അതുകൊണ്ടൊരു ക്വാണ്ടിറ്റി കൂട്ടാൻ വേണ്ടി അരമുറി സവാളയും കൂടെ ഞാൻ ചേർക്കുന്നുണ്ട്. ഒന്ന് ചെറുതായിട്ട് ശകലം ഉപ്പിട്ടിട്ട് ഒന്ന് വാട്ടിയെടുക്കണം. 1 നുള്ളു മഞ്ഞൾപ്പൊടിയും കൂടെ ഞാൻ ഇടുന്നുണ്ട്. ഇതൊന്ന് വാടി വന്നു കഴിയുമ്പോൾ നമ്മുടെ പപ്പടം നന്നായിട്ടൊന്ന് പൊടിക്കണം. നല്ല മിക്സർ പോലെ പൊടിച്ചിട്ട് ഇതിലോട്ട് ചേർത്ത് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. തീ നന്നായിട്ട് കുറച്ചിട്ടോ. ഇനി എന്നിട്ട് നമുക്കിതിലേക്ക് വേണ്ടത് 1 മുട്ടയാണ്. നിങ്ങൾക്ക് 1-ൻ്റെ സ്ഥാനത്ത് 2 മുട്ട ഇട്ടാലും കുഴപ്പമില്ല. ഉപ്പ് ഇടരുത്, കാരണം നമ്മുടെ പപ്പടത്തിന് ഉപ്പുണ്ട്. ഇനി ഇതൊന്ന് നന്നായിട്ട് ചിക്കി പൊരിച്ചെടുക്കണം. ജസ്റ്റ് ഒന്ന് ചിക്കി പൊരിച്ച് ഇതുമായിട്ടെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുത്ത് കഴിയുമ്പോൾ നമുക്കിതിലേക്ക് നമ്മുടെ തോരന് ചേർക്കുന്ന അരപ്പില്ലേ, തേങ്ങ അരപ്പ്, അതും കൂടെ ചേർത്ത് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് അടച്ച് വെച്ച് തീ കുറച്ച് വെച്ച് ഒരു 2-3 മിനിറ്റ്. അപ്പോഴത്തേക്ക് നമ്മുടെ ഈ തോരനൊക്കെ ഒന്ന് സെറ്റായി വരും. അപ്പോൾ നമുക്കൊരു കറിവേപ്പിലയും ഒരു തണ്ട് കറിവേപ്പിലയും ശകലം വെളിച്ചെണ്ണയും കൂടെ ചുറ്റിച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളി പപ്പടത്തോരൻ റെഡിയായി. ഞാൻ പറഞ്ഞില്ലേ, ഒരു സാധനം കൊണ്ട് 2 ഐറ്റം നമുക്ക് ഉണ്ടാക്കാവുന്ന